ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു കഫ്താനാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു സാരിയാണ്, ജോർജറ്റ് ടൈപ്പ് ഒരു സാരിയാണ്. ഞാനത് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സാരിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം സാരി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് എടുത്തിട്ട് ഞാൻ പ്രത്യേകിച്ച് എങ്ങോട്ട് കൊടുത്തുകൊണ്ട് പോകാനായിട്ടൊന്നുമില്ല. സോ ഒരു കഫ്താനാക്കാമെന്ന് ഞാനും ഉദ്ദേശിച്ചു. അങ്ങനെ ദേണ്ട് നമ്മുടെ സാരി എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്തിനനുസരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ എന്നിട്ട് 4ആയിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ 6.5 ഇഞ്ചാണ് ഷോൾഡറിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെങ്തും 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈസ് ബാക്കി ചെസ്റ്റ്, വെയിസ്റ്റ് അങ്ങനെയുള്ള സൈസുകളെല്ലാം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എൻ്റെത് പറയുന്നില്ല. അപ്പം ആദ്യം ഞാൻ ചെസ്റ്റ് സൈസ് ഞാനൊന്ന് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വെയിസ്റ്റും അതേപോലെ ഹിപ്പും മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് 14 ലെങ്ത് താഴോട്ട് പിടിച്ചിട്ട് അവിടെയാണ് വെയിസ്റ്റ് ഇത് പറഞ്ഞ പോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ 8.5 ഇഞ്ചാണ് ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹിപ്പ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടുന്ന് ഹിപ്പ് വരെ ഉള്ളത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിപ്പിൻ്റെ അവിടെ നമ്മുടെ ലെങ്ത് എന്തോരമാണ് അതിനനുസരിച്ച് എ ലൈൻ ടോപ്പിന് നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, അതേപോലെ എന്തോരം ഫ്ലെയർ കിട്ടും അതിനനുസരിച്ച് തന്നെ താഴോട്ട് ഇങ്ങനെ ചരിച്ച് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എ ലൈന് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ, സ്ലിറ്ററിൻ്റെ അല്ല, എ ലൈന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ നമ്മുടെ ഏറ്റവും ബോട്ടം സൈഡ് വരുമ്പോഴത്തേക്കിന് ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 9 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലെങ്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 9 ഇഞ്ച് ഒന്ന് സ്ലിറ്റിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിനും സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ താഴ്വശത്ത് ബോട്ടം സൈഡിൽ. അതും സെയിം ആയിട്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നെക്ക് സ്ക്വയർ നെക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 3.5 ഇഞ്ചാണ് സ്ക്വയർ നെക്കിന് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കും ഞാൻ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാക്ക് നെക്കിന് ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്കിന് വേണ്ടി ഞാൻ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ഇപ്പം ഫ്രണ്ട് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ നമ്മൾ ബാക്ക് നെക്കിന് വേണ്ടി 5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കഫ്താൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഇത്രയും ലെങ്ത് കൊടുക്കണമെന്നില്ല കഴുത്തിന് കേട്ടോ. പിന്നെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ ആ ഒരു ആം ഹോൾ ഒന്നും നമ്മൾ ഈ ഒരു ക്ലോത്തെ വരച്ചു കൊടുത്തിട്ടില്ല. ഇത് മെയിൻ ക്ലോത്ത് ആണ്. നമുക്ക് അടിക്കുമ്പോഴത്തേക്കിന് കഴുത്തും തയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴോട്ടുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈക്കുഴിയുടെ അവിടെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാനിപ്പം 5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ 4ഉം കൂടി ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ നേരത്ത് അകത്തെ തുണി ബാക്കിലോട്ട്, അതായത് വലിച്ച് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്കിന് വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ അത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഫ്രണ്ട് നെക്ക് കുറച്ചും കൂടെ ബാക്ക് നെക്കിനേക്കാൾ കുറച്ചും കൂടെ ലെങ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒരുപോലെ ഇട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഫ്രണ്ട് നെക്ക് കുറച്ചും കൂടെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് പോകുന്ന ആ പോർഷൻ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പിന്നെ വേറെ കട്ടിങ്ങേ വരുന്നില്ല. ആകെ നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങേ ഉള്ളൂ. പിന്നെ ഷോൾഡർ കട്ടിങ് വരുന്നില്ല. ഷോൾഡർ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത്, അതായത് ആ ഒറ്റ ക്ലോത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഞാൻ ലൈനിങ് കൂടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ വേണമെങ്കിൽ ഇന്നേഴ്സ് ആണെങ്കിലും ഇന്നർ ആയിട്ടുള്ളത് വിടാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ലൈനിങ് ഇതേ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ലൈനിങ്
നെക്ക് ആദ്യം ഒന്ന് കട്ട് ഇതേപോലെ മാറ്റിയിട്ടുണ്ട്. ലൈനിങ് നമ്മൾ എ ലൈൻ ടോപ്പിന് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, കൈക്കുഴിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു എ ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കൈക്കുഴിയൊക്കെ സെപ്പറേറ്റ് നമ്മൾ വരച്ച്, ഷോൾഡർ സെപ്പറേറ്റ് ആക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഷോൾഡർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റ പീസായിട്ട് തന്നെ അതും പോകുന്നെന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മുടെ വണ്ണത്തിനേക്കാൾ കുറച്ചും കൂടെ ഇട്ട് വേണം ലൈനിങ് ആണെങ്കിലും എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മണ്ടയിലായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്തും കൂടെ കറക്റ്റായിട്ട് അതേപോലെ നെക്കിൻ്റെ പോർഷൻ ഒന്ന് വെച്ച് പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ക്വയർ നെക്കാണ്, അപ്പോൾ നമ്മൾക്ക് ഷോൾഡർ സെപ്പറേഷൻ ഒന്നും വന്നിട്ടില്ല. ഒറ്റ ഒരു പീസേ തന്നെ നെക്കിന്റെ പോർഷൻ റൗണ്ട് ഏത് നെക്കാണ് കൊടുക്കുന്നത് ആ നെക്കിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ലൈനിങ് വെക്കുന്നത് കൊണ്ട് തന്നെ, ഇതിപ്പം ജോർജറ്റിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ലൈനിങ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നെക്ക് അടിച്ചു മറിക്കുന്നത് പോലെ തന്നെയുള്ളൂ. മെയിൻ ക്ലോത്തിന്റെ മണ്ടയിലായിട്ട് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് നെക്ക് ആദ്യം ഒന്ന് ആ സ്ക്വയർ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ നേരെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ സാധാരണ നെക്ക് അടിച്ചു മറിക്കുന്നത് പോലെ തന്നെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒറ്റ തുണിയിലാണ് പോകുന്നതേ ഉള്ളൂ. മെയിൻ ക്ലോത്ത് ആണെങ്കിലും ലൈനിങ് ആണെങ്കിലും ഒറ്റ തുണിയിലെ സെപ്പറേഷൻ ഒന്നും വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഷോൾഡർ സെപ്പറേഷൻ ഒന്നും വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നെക്കിനെ ഒന്ന് പതിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന, നമുക്ക് ഒരു ടോപ്പ് തയ്ക്കുന്നതിനേക്കാളും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാനായിട്ടുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ നെക്ക് തിരിച്ചിട്ടതിന് ശേഷം ഞാനിതിപ്പം പതിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു കഫ്താൻ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഈസി ആയിട്ട് തോന്നി. നമ്മുടെ സാധാ ടോപ്പ് തയ്ക്കുന്നതിനേക്കാൾ ഈസി വേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു സാരിക്ക് എന്തോരം വിട്ടാണ് കിട്ടിയിരിക്കുന്നത് അത്രയും വിട്ട് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒട്ടുമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ആകെ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നെക്ക് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തോരം വിട്ട് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ കൊടുക്കുമ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിടക്കും. അതുപോലെ ലൈനിങ് കട്ട് ചെയ്യാൻ നേരത്ത് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഷോൾഡർ സെപ്പറേഷൻ ഇല്ലാതെ കട്ട് ചെയ്യാനായിട്ട് മാത്രം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എ ലൈൻ ടോപ്പിന് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കൈക്കുഴിയും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്യുക എന്നും കൂടെ നോക്കിയാൽ മതി. പിന്നെ ഞാനിപ്പം കഴുത്ത് അടിച്ച് പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ്ങിന് നമ്മൾ ഓൾറെഡി കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ഫോൾഡ് ചെയ്തൊന്ന് അടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നൂല് നമുക്ക് ആ ഊരിയൊന്നും വരില്ലല്ലോ, അതിനുവേണ്ടി. അത് പിന്നെ തന്നെയല്ല അടിക്കാതിരുന്ന ഒരു വൃത്തികേടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴി രണ്ട് സൈഡും കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ആണെങ്കിലും സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലെയർ ആയിട്ട് വരുന്ന രണ്ട് സൈഡ്, ബോട്ടം സൈഡ് അല്ലാതെ രണ്ട് സൈഡ്, ആ ഒരു രണ്ട് സൈഡും തന്നെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് അടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൈക്കുഴി അടിച്ചതാണ് ഇപ്പം കാണിച്ചത്. ഇനിയിപ്പം നമ്മുടെ ആ ഒരു സൈഡ്, അതായത് മെയിൻ ക്ലോത്തിന്റെ ആ സൈഡും കൂടെ രണ്ട് സൈഡിലത്തെയും സൈഡുകൾ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് അടിക്കുന്നുണ്ട്. അത് വൃത്തികേടില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തടിക്കുന്നുണ്ട്. ഇതിപ്പോൾ അടിച്ചില്ലേലും കുഴപ്പമില്ല, എന്ന് തേര് സൈഡ് ആയതുകൊണ്ട് അടിച്ചില്ലേലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തേരിങ്ങനെ വിസിബിൾ ആയിട്ട് നിൽക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും അടിച്ചതിന് ശേഷം നമുക്കിനി ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ലൈനിങ് ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മെയിൻ ക്ലോത്തിന്റെ നമുക്ക് മണ്ടക്കൂടെ ആണല്ലോ അടിക്കുന്നത്, നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്ന വശത്തൂടെ വേണമല്ലോ അടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് കൂടെ വെച്ച് അടിക്കാം. അപ്പൊ ലൈനിങ്ങിന്റെ തുമ്പ് പുറത്തോട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടാണ്, ഒരു അഭംഗിയാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നെക്കിന്റെ നമ്മൾ അടിപ്പാതിച്ചെല്ലാം എടുത്തായിരുന്നു, അകത്തോട്ട് ലൈനിങ് ആക്കിയായിരുന്നല്ലോ, അതിനെ നേരെ ഉൾട്ടയടിക്കുക, നേരെ പുറത്തോട്ട് തന്നെ ആക്കുക. അതായത് നമ്മൾ ആദ്യമേ നെക്ക് അടിക്കാൻ നേരത്ത് മെയിൻ ക്ലോത്തിന്റെ മണ്ടയ്ക്ക് നമ്മുടെ ലൈനിങ് വെച്ചതിന് ശേഷം നെക്ക് അടിക്കുന്നില്ലേ, അതേപോലെ എന്നിട്ടല്ലേ നമ്മൾ അകത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത്, നെക്ക് അടിച്ച് മറിക്കുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ തിരിച്ച് നേരെ നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്തത്, നെക്ക് എങ്ങനെയാണ് വെച്ച് കൊടുത്തത്, അതേപോലെ തന്നെ നേരെ വെളിയിലോട്ടായിട്ട് ആക്കണം. അതായത് ഇപ്പൊ ഈ കാണിക്കുന്നത് നമ്മുടെ നെക്കിന്റെ പതിച്ചടിച്ച് ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലോട്ട് വെളിയിലോട്ട് എടുത്തതിന് ശേഷം നമുക്കിനി സൈഡ് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ലൈനിങ്ങിൻ്റെത് സെപ്പറേറ്റ് അടിക്കാം. അപ്പം
നമ്മുടെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ്, രണ്ടും രണ്ട് സൈഡിലായിട്ട് വരത്തക്ക രീതി വെച്ചുകൊണ്ട് വേണം കണ്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലൈനിങ് ഇപ്പോൾ ഒരു സൈഡിലോട്ടും മെയിൻ ക്ലോത്ത് മറ്റേ സൈഡിലോട്ടുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നേരെ നെക്കിന്റെ വെളിയിലോട്ട് എടുക്കുക. നല്ല വശത്തോട്ട് നമ്മുടെ ലൈനിങ്ങിനെ നേരെ എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിന്റെ രണ്ട് സൈഡും തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് എന്തോരമാണ് വണ്ണം അതിനനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കുക. ബോട്ടം സൈഡ് വരുമ്പോഴത്തേക്കിന് സ്ലിറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ ഒരിച്ചിരി പോർഷൻ വിട്ട് വേണം അടിക്കാനായിട്ട്. പിന്നെ സ്ലിറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് സ്ലിറ്റും കൂടെ നല്ല വൃത്തിക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ സ്ലിറ്റിനുള്ള പോർഷൻ വരെ വിട്ടാണ് അടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ തുമ്പത്തുകൂടെയാണ് നമ്മുടെ സ്റ്റിച്ച് പോയിരിക്കുന്നത്. അത്രയും നമ്മൾ ചെയ്തതിന് ശേഷം വീണ്ടും ഉൾട്ടയാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈനിങ്ങിനെ വീണ്ടും അകത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്താക്കിയായിരുന്നു, അതിനെ നേരെ അകത്തോട്ട് തന്നെ ആക്കുകയാണ് ചെയ്യുന്നത്. അകത്തോട്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ലൈനിങ്ങിന്റെ ആ ഒരു തുമ്പ് വരുന്നിടം ഉണ്ടല്ലോ, കറക്റ്റ് നമുക്ക് സാധാരണ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ തുമ്പ് അകത്ത് പോകുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് തുമ്പ് അകത്ത് പോയി വൃത്തിക്ക് കിട്ടും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ടോപ്പിന് പുറത്തോട്ട് എടുത്തിട്ട്, അതായത് ലൈനിങ്ങിന് അകത്തുനിന്ന് പുറത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അകത്തോട്ടാകുമ്പോഴത്തേക്കിനും നമ്മുടെ കറക്റ്റ് സാധാ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ തുമ്പ് അകത്തോട്ട് പോകുന്നത് പോലെ തന്നെ ലൈനിങ്ങിന്റെ തുമ്പും അകത്തോട്ട് പോകും. പുറത്തോട്ട് നല്ല ഭംഗിയിലായിട്ട് തന്നെ ഇതേപോലെ നിൽക്കും, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. പിന്നീട് നമുക്ക് ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നമ്മൾ മണ്ടേ കൂടാണല്ലോ അടിക്കുന്നത്. ഇതേപോലെ വരച്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ മണ്ടേ കൂടാണല്ലോ അടിക്കുന്നത്. നമ്മൾ ഒരിക്കലും അകത്തോടല്ലല്ലോ അടിക്കുന്നത്. അപ്പൊ അകത്തോട് അടിക്കുമ്പോഴും തയ്യൽ തുമ്പ് കാര്യങ്ങളൊന്നും പുറത്തില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ മണ്ടേക്കൂടെ അടിക്കുമ്പോഴത്തേക്കിന് കൈക്കുഴിയുടെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഒരിക്കലും ലൈനിങ്ങിന്റെ ആ തയ്യൽ തുമ്പ് കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിലൊക്കെ കിട്ടും. അത് നല്ല ഭംഗിയിലായിട്ട് തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി വേയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ്. ഞാൻ പിന്നെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് ഒരു ഫ്ലവർ ഒക്കെ ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഫ്താൻ ട്രൈ ചെയ്ത് നോക്കുന്നത്, വെയർ ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്കിപ്പം കഫ്താൻ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. പിന്നെ ബോട്ടം സൈഡ് നമ്മൾ അടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ലെങ്തിനനുസരിച്ച് അടിച്ചെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ഞാനത് മാർക്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തൂടെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലെങ്തിനനുസരിച്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി ബോട്ടം സൈഡും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് വെറുതെ ലെങ്ത് കൂട്ടുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുക. അപ്പം ഞാൻ ഇനി എൻ്റെ ലെങ്ത് ഞാൻ 47 ആണ് കൊടുക്കുന്നത്. 47 വെച്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് അടിവശം മടക്കിയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. മടക്കി അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. അത് തന്നെയല്ല എല്ലാവർക്കും ഒരുമാതിരി അറിയാലോ, മടക്കി അടിക്കുന്നതൊക്കെ അറിയാലോ. പിന്നെ നമ്മൾ താഴെ ബോട്ടം സൈഡിൽ നിന്ന് തന്നെ മുകളിലോട്ട് ഒരു 9 ഇഞ്ച് ഞാൻ സ്ലിറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് താഴ്വശത്തായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിലും കൊടുക്കണം സ്ലിറ്റ്, അതുപോലെ മെയിൻ ക്ലോത്തിലും സ്ലിറ്റ് കൊടുക്കണം. അങ്ങനെ ഈ സ്ലിറ്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് കഫ്താൻ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ കഫ്താൻ ഇട്ടിട്ട് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് കാണണ്ടേ? അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ ബോട്ടം സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കഫ്താന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഫൈനൽ. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും പറയാ. ഈ ഒരു കഫ്താന് എനിക്ക് ചേരുന്നുണ്ടോ എന്നും കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ട്രൈ ആണ്, അപ്പം ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കഫ്താനാണ്. അപ്പൊ ഇത് ഞാൻ സാരിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.